ഹലോ. അപ്പം നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ പഴയ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു തുളസി വെബ്സൈറ്റ് എങ്ങനെ ഓപ്പൺ ചെയ്യാന്നുള്ളത്. പക്ഷെ അതിപ്പോൾ കറൻ്റ്ലി കിട്ടുന്നില്ല. കാരണം തുളസീൻ്റെ എന്തോ അപ്ഡേഷൻ നടക്കുകയാണെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, നമുക്ക് ഗൂഗിൾ എടുത്തിട്ട് നമുക്ക് PSC തുളസി എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ അതിൽ ആദ്യം തന്നെ കേരള PSCയുടെ വെബ്സൈറ്റ്, ഒറിജിനൽ വെബ്സൈറ്റിലേക്കാണ് നമ്മൾ പോവുക. അപ്പോൾ അതിങ്ങനെയാണ് ഇൻ്റർഫേസ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് PSC തുളസി വെബ്സൈറ്റ് അല്ല, ഇത് PSCൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് വേറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെയും അതുപോലെ എക്സാംസിൻ്റെയും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ആവശ്യം നമുക്ക് ഈ ഗ്രീൻ കളറിൽ കാണുന്ന വൺ ടൈം രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലോഗിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തുളസി വെബ്സൈറ്റിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ക്യാപ്ചയൊക്കെ ടൈപ്പ് ചെയ്താൽ നമുക്ക് OTP മൊബൈലിലേക്ക് വരും. അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ആയിരിക്കും. ഇപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു കാര്യം കൂടി പറയാം. നമ്മുടെ ISMൻ്റെ ഒരുവിധം എല്ലാ ഡിസ്ട്രിക്റ്റിൻ്റെയും കൺഫർമേഷൻ നമുക്ക് പ്രൊഫൈലിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രൊഫൈൽ മെസ്സേജ് ചെക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് കൺഫർമേഷൻ കൊടുക്കാം. കൺഫർമേഷൻ കൊടുക്കാൻ അറിയാത്തവർ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. എക്സാമിൻ്റെ ഡിസ്ട്രിക്റ്റ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം, താലൂക്ക്, അതുപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മീഡിയം മലയാളം ഇംഗ്ലീഷ് ഏതാ വേണ്ടതെങ്കിൽ മലയാളം അല്ലേ. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുത്ത് ആ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യും, കൺഫർമേഷൻ നമുക്ക് സബ്മിറ്റ് ആവും. അപ്പോൾ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടിയും ചെയ്യാം കേട്ടോ, മറക്കണ്ട. ഇനിയിപ്പോൾ ഇത് പുതിയതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ASM എന്ന് പറയുന്നത് പുതിയ നോട്ടിഫിക്കേഷൻ അല്ല, 2024 നമുക്ക് വന്നിരുന്ന ഒരു നോട്ടിഫിക്കേഷനാണ്. അതിൻ്റെ കൺഫർമേഷൻ കൊടുക്കേണ്ട ടൈമാണ് ഇപ്പോൾ. എക്സാം ആവാറായിട്ടുണ്ട്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഈ മാസങ്ങളിൽ ഏതെങ്കിലും മാസങ്ങളിലായിരിക്കും നമുക്ക് എക്സാം വരിക. അപ്പോൾ അതിൻ്റെ കൺഫർമേഷൻ കൊടുക്കേണ്ട കാര്യമാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഈ ASM എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ആണ്. അപ്പോൾ ആരെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറുക, കൺഫർമേഷൻ എടുത്ത് നോക്കുക, നിങ്ങൾക്ക് വന്നിട്ടുണ്ടോയെന്ന്. ഉണ്ടെങ്കിൽ ഉണ്ടായിരിക്കും. പിന്നെ ഇതാണ് ASMൻ്റെ ഡീറ്റെയിൽ സിലബസ്. 2021 അതായത് ഇതിൻ്റെ മുന്നത്തെ എക്സാം നടക്കുമ്പോൾ അതിൽ സ്പെഷ്യൽ ടോപ്പിക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു 2025 എക്സാമിന് നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് കാര്യങ്ങളില്ല. തനി LD സിലബസാണ് വരുന്നത്. നമ്മളിപ്പോൾ മുന്നേ LDC എക്സാംസിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നവർക്കറിയാം ആ ഒരു സിലബസ് അല്ലേ. ഇപ്പോൾ അതല്ല, പുതിയതായിട്ട് ആരെങ്കിലും ചേരുന്നുണ്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് സിലബസ് കാണുന്നതെന്നുള്ളവർക്ക് നമ്മുടെ സൈറ്റിൽ കയറിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലുമൊക്കെ ടെലഗ്രാം ചാനൽസിലൊക്കെ ഇതിൻ്റെ സിലബസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഞാൻ കാണിക്കുന്നുണ്ട് ഇതിലെ സിലബസ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ തീർക്കേണ്ട പോർഷൻസൊക്കെ നമുക്ക് ഒരുവിധം പഠിച്ചവർക്കൊക്കെ അറിയായിരിക്കാം എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നുള്ളത്. ഞാൻ പഠിക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ നമുക്ക് വേറൊരു വീഡിയോ പോലെ ചെയ്യാം, എല്ലാം കൂടി ഇതിൽ പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ സിലബസ് നിങ്ങളുടെ ടൈമിനടുത്ത് നോക്കുക. അപ്പോൾ നമ്മളിതിൽ മെയിനായിട്ട് PSC തുളസി വെബ്സൈറ്റിൻ്റെ കാര്യമാണ് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയാണ്, കമൻറ്റ് ചെയ്യുക, ഞാൻ അതിന് റിപ്ലൈ തരും കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന പോലെ പഠിക്കുക. എല്ലാവർക്കും നല്ല ഒരു ഹാപ്പി ആയിട്ടുള്ള ഡേയ്സ് നേരുന്നു. അത്രയൊക്കെ ഉള്ളൂ. ബൈ.